ഹൈ ഓൾ, വെൽക്കം ടു ഹൈംസ് അക്കാഡമി. നമുക്കറിയാം നമ്മളുടെ സെറ്റ് എക്സാം ഓഗസ്റ്റ് 2 ഇപ്പോൾ ടെൻറ്റേറ്റീവ് ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഡേറ്റ് തന്നെ എക്സ്പെക്ട് ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ പഠിക്കാനായിട്ട് ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ജനറൽ പേപ്പർ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് എവിടെ പഠിക്കണം എങ്ങനെ പഠിക്കണം എന്ന് അറിയത്തില്ല, നോട്ട്സ് ഒന്നും കയ്യിലില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും പ്രതീക്ഷിക്കുന്നതിലും ഒത്തിരി നല്ല രീതിയിൽ നിങ്ങൾ നല്ല ഒരു കോഴ്സ് നമ്മുടെ ഹൈംസ് അക്കാഡമിയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. വളരെ കൃത്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റനും ചെയ്ത് നോക്കാനും ഇഷ്ടംപോലെ മോഡൽ ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ ഉള്ള അവസരമുണ്ട്. അപ്പം നമുക്ക് ഏതൊരു ടോപ്പിക്കും വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ കണ്ടുപോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു രീതിയിലും നമ്മുടെ ക്വസ്റ്റൻസ് നമുക്ക് ഒരിക്കലും മിസ് ആവത്തില്ല. കറക്റ്റായിട്ട് നമുക്ക് ആ ഏത് ക്വസ്റ്റൻ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നമ്മൾ ആയിത്തീരും. അപ്പം അതും ചെറിയൊരു ഫീസ് മാത്രം. നല്ലൊരു കോച്ചിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ കറണ്ട് അഫെയർ മാത്രം മതിയെങ്കിൽ അങ്ങനെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. നിങ്ങൾ ചെറിയൊരു ഫീസ് ഏറ്റവും മികച്ചൊരു കോച്ചിങ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഹൈംസ് അക്കാഡമിയിൽ നിങ്ങൾക്ക് ജോയിൻ ആവാം. ഇനിയുള്ള സമയം നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ കൂടുതൽ ഇൻഫർമേഷന് നമ്മളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പം നമുക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട് ഈ 2026 പേര് മാറ്റപ്പെട്ട സ്ഥലങ്ങൾ, സ്കീമുകൾ, അവാർഡുകൾ, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഇതൊരു ക്വസ്റ്റ്യൻ വരാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. കാരണം കേരളം എന്ന് മാറ്റിയതുകൊണ്ട് തന്നെ അത് ചോദിക്കാൻ ഒരു സാധ്യതയില്ല. പക്ഷേ നമുക്ക് ബാക്കി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഏതെങ്കിലും സംഭവങ്ങളോ അല്ലെങ്കിൽ സ്ഥലങ്ങളോ ഒക്കെ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് പ്രധാനപ്പെട്ട സ്കീമുകൾ, പ്ലേസ്, അവാർഡുകൾ നോക്കി വെക്കാം. ഫസ്റ്റിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ കേരളം തന്നെയാണ്. കേരള എന്ന് പറയുന്നത് കേരളമാക്കി മാറ്റി, അല്ലേ? നമുക്കറിയാം കേരളം എന്ന് പറഞ്ഞാൽ ലാൻഡ് ഓഫ് കോക്കനട്ട് ട്രീ എന്നായിരുന്നു. ഇംഗ്ലീഷിൽ നമ്മൾ കേരള എന്നാണ് നമ്മളുടെ സ്റ്റേറ്റിന്റെ പേര് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം കേരളം എന്ന് തന്നെ മലയാളം ലാംഗ്വേജിൽ പറയുന്നത് പോലെ തന്നെ കേരളം എന്ന് തന്നെ മാറ്റി. അപ്പോൾ ഇതിന് പാർലമെന്റ് ആണ് ശരിക്കും ഇതിന്റെ ഒരു അധികാരം വരുന്നത്. ആർട്ടിക്കിൾ 3 ആണ് ശരിക്കും പാർലമെന്റിനെ ഈ ഒരു പുതിയ സ്റ്റേറ്റ് ഫോം ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ഏരിയയിൽ മാറ്റം വരുത്തുക, ബൗണ്ടറി ചേഞ്ച് ചെയ്യുക, ദെൻ സ്റ്റേറ്റിന്റെ പേരിൽ വ്യത്യാസം വരുത്തുക, ഇതിനൊക്കെ അധികാരം കൊടുക്കുന്ന ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 3 ആണ്. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പം കേരളയല്ല കേരളം. നെക്സ്റ്റ് അടുത്തതാണ് നമ്മുടെ ആദംപൂർ എയർപോർട്ട്. ആദംപൂർ എയർപോർട്ട് പഞ്ചാബിലുണ്ടായിരുന്ന ആദംപൂർ എയർപോർട്ട് അതിന്റെ പേര് ചേഞ്ച് ചെയ്തു. ശ്രീ ഗുരു രവിദാസ് മഹാരാജ് ജി എയർപോർട്ട് എന്ന പേരിലേക്ക് മാറ്റി. ഒരു 15-16 സെഞ്ചുറിയിലുണ്ടായിരുന്ന ഒരു ഭക്തി സെയിന്റാണ് ഈ ഗുരു രവിദാസ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരിലേക്ക് ആദംപൂർ എയർപോർട്ട്, പഞ്ചാബിലുണ്ടായിരുന്ന ആദംപൂർ എയർപോർട്ട് ചേഞ്ച് ചെയ്തു. നെക്സ്റ്റ് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്. ഇതെല്ലാവരും നമ്മൾ ന്യൂസിൽ ഒത്തിരി കണ്ടതാണ്. പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് എന്ന് പറയുന്നത് പേര് മാറി, അത് സേവാതീർത്തായി. സേവാതീർത്ത് എന്ന് പറഞ്ഞാൽ സർവീസ് ഓറിയന്റഡ് ഗവേണൻസ് ആണ്. ഇനി ഈ പ്രൈം മിനിസ്റ്റർ ഓഫീസർ സേവാതീർത്തായപ്പോൾ അതിന് മാത്രമല്ല പേര് മാറ്റം വന്നേക്കുന്നത്, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ രാജ്പാത്ത് എന്ന് പറയുന്നത് കർത്തവ്യ പാത്തായി. ഈ പറയുന്ന പ്രൈം മിനിസ്റ്റർ ഓഫീസർ നോർത്ത് ബ്ലോക്ക്, സൗത്ത് ബ്ലോക്ക് കർത്തവ്യ ഭവനായി, രാജ്ഭവൻ ലോക് ഭവനായി, മുഗൾ ഗാർഡൻ അമൃത് ഉദ്യാനായി, നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി ആയിട്ട് മാറി, റേസ് കോഴ്സ് റോഡ് എന്ന് പറയുന്നത് ലോക് കല്യാൺ മാർഗായിട്ട് മാറി. അപ്പൊ ഇങ്ങനെ ഒരുപാട് ചേഞ്ചസ്. ഈ PMOയുടെ പേര് സേവാതീർത്തായി മാറിയപ്പോൾ അതിനോട് ചേർന്ന് ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നോർത്ത് ബ്ലോക്ക് ആൻഡ് സൗത്ത് ബ്ലോക്ക് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു. നോർത്ത് ബ്ലോക്കും സൗത്ത് ബ്ലോക്കും കൺവേർട്ട് ചെയ്യുന്ന എങ്ങോട്ടാണ്? നോർത്ത് ബ്ലോക്കും സൗത്ത് ബ്ലോക്കും ഇനി യുഗീൻ ഭാരത്, അതായത് നാഷണൽ മ്യൂസിയത്തിന്റെ ഭാഗമായിരിക്കും. ഓർത്തു വെക്കുക, നാഷണൽ മ്യൂസിയത്തിന്റെ ഭാഗമായിട്ട് യുഗി ഭാരത് ആണ് ഇനി നോർത്ത് ബ്ലോക്ക് ആൻഡ് സൗത്ത് ബ്ലോക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാക്യോങ് എയർപോർട്ട് ശരിക്കും സിക്കിമിലാണ് പാക്യോങ് എയർപോർട്ട്. ഇപ്പോൾ ഇത് നമ്മൾ ന്യൂസിൽ ഇത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ട്രിലോച്ചൻ പോക്രൽ എയർപോർട്ട് എന്ന് പറഞ്ഞ് ഈ പാക്യോങ് എയർപോർട്ടിന്റെ പേര് മാറ്റി. കാരണം ഈ ട്രിലോച്ചൻ എന്ന് പറയുന്നത് ശരിക്കും സിക്കിമിന്റെ ഒരു ഫസ്റ്റ് ഫ്രീഡം ഫൈറ്ററാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരിലേക്ക് സിക്കിം ചീഫ് മിനിസ്റ്റർ ഈ പറയുന്ന നമ്മളുടെ പാക്യോങ് എയർപോർട്ടിന്റെ പേര് ചേഞ്ച് ചെയ്തു. അതുകൊണ്ടാണ് ഇപ്പോൾ അത് അറിയപ്പെടുന്നത് ട്രിലോച്ചൻ പോക്രൽ എയർപോർട്ട് എന്നാണ്. നെക്സ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. നമ്മൾ പലതവണ മുന്നത്തെ വീഡിയോയിലൊക്കെ കണ്ടുപോയിട്ടുണ്ട്. വിച്ച് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഹാസ് ബീൻ ഡിക്ലെയർഡ് കേരളാസ് ഫസ്റ്റ് ബട്ടർഫ്ലൈ സാങ്ച്വറി? കേരളത്തിലെ ഫസ്റ്റ് ബട്ടർഫ്ലൈ സാങ്ച്വറി എന്ന് പറയുന്നത് ഏതാണ്? ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിരുന്നു ശരിക്കുണ്ടായിരുന്ന പേര്. ഇപ്പൊ അത് മാറ്റി ആറളം ബട്ടർഫ്ലൈ സാങ്ച്വറി എന്ന പേരിലേക്ക് ആക്കി. കേരളത്തിലെ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലുള്ളതാണ് ആറളം ബട്ടർഫ്ലൈ സാങ്ച്വറി. നെക്സ്റ്റ് വിച്ച് ആക്ട് ഈസ് റീപ്ലേസ്ഡ് ബൈ ദ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് അജീവിക മിഷൻ ബിൽ 2025? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയായ പേര് മാറ്റിയ കാര്യം നമ്മൾ അറിഞ്ഞതാണ്, അല്ലേ? അപ്പം ശരിക്കും ഇത് എന്നായിരുന്നു? നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് ആയിരുന്നു. NREG ആയിരുന്നു ആദ്യമേ. ഓർക്കുന്നുണ്ടാവും നമ്മൾ? NREG ആയിരുന്നു. ഈ 2006 ഇത് വരുന്ന സമയത്ത്. ആക്ടിന്റെ പേര് മറക്കണ്ട, നമ്മളുടെ NREG ആക്ട് 2005 ആയിരുന്നു. അപ്പൊ ഇത് പിന്നീട്
2009 എത്തുമ്പോഴത്തേന് ഇത് അവിടെ ഒരു റീനെയിം നടത്തുന്നുണ്ട്. അപ്പോഴാണ് ശരിക്കും മഹാത്മാഗാന്ധി എന്നുള്ള ആഡ് ചെയ്യുന്നത്. ഇത് ആദ്യമേ NREG ആയിരുന്നു. NREGയോട് കൂടി 2009 എത്തിയപ്പോൾ നമ്മുടെ MG അതായത് മഹാത്മാഗാന്ധി ആഡ് ചെയ്യപ്പെട്ടു. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് ആയിട്ട് മാറി. ഇപ്പൊ ഇത് 2025 എത്തിയപ്പോൾ പിന്നെയും മാറി. VBG റാംജി, അതായത് VBG റാംജി ബിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് അജീവിക മിഷൻ ബിൽ 2025 ആയിട്ട് അത് മാറി. പുറത്തു വെക്കാം. നമ്മുടെ പഴയ ആ ഒരു തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടല്ലോ, അതിന് പുതിയ വേർഷനാണ് VBG റാംജി ബിൽ. ഓർക്കാൻ എളുപ്പമാണ് VBG റാംജി ബില്ല്. ഇത് ശരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മിനിസ്റ്റർ ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ആണെന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കാം. നെക്സ്റ്റ്, വിച്ച് റെയിൽവേ സ്റ്റേഷൻ വാസ് റീനെയിംഡ് ആസ് അഹല്യാനഗർ ഇൻ ഹോണർ ഓഫ് അഹല്യാഭായ് ഹോൾക്കർ. അഹല്യാഭായ് ഹോൾക്കറുടെ ബഹുമാനാർത്ഥം അഹല്യാനഗർ എന്ന് റീനെയിം ചെയ്ത റെയിൽവേ സ്റ്റേഷൻ. ഇത് ശരിക്കും മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറാണ് അഹല്യാനഗർ ആയിരിക്കുന്നത്. ഓർത്തിരിക്കാൻ എളുപ്പമാണല്ലോ. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ഇപ്പം എന്തായി? അഹല്യാനഗറായി. നെക്സ്റ്റ്, വിച്ച് സിറ്റി ഹാസ് ബിൻ റീനെയിംഡ് ആസ് പരശുരാംപുരി എന്ന് റീനെയിം ചെയ്തത് ഏതാണ്? അത് ഈ പരശുരാംപുരി എന്ന് റീനെയിം ചെയ്തിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ഷഹജഹാൻപൂർ ഡിസ്ട്രിക്റ്റിലെ ജലാലാബാദ് എന്ന് പറയുന്ന ഒരു സ്ഥലം, ഒരു സിറ്റിയാണ് ശരിക്കും പരശുരാംപുരി ആയിട്ട് മാറ്റിയിരിക്കുന്നത്. പരശുരാംപുരി. നെക്സ്റ്റ് ഓർത്തിരിക്കാനുള്ള എളുപ്പമുള്ളതാണ് നമ്മളുടെ ബംഗളൂരു സിറ്റി യൂണിവേഴ്സിറ്റി. ബംഗളൂരു സിറ്റി യൂണിവേഴ്സിറ്റിയുടെ പുതിയ നെയിം എന്ന് പറയുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് സിറ്റി യൂണിവേഴ്സിറ്റിയാണ്. ഓർത്തു വെക്കുക. വിച്ച് യൂണിവേഴ്സിറ്റി വിൽ ബി റീനെയിംഡ് ആഫ്റ്റർ ഫോമർ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ്? ഏതാണ്? ബംഗളൂരു സിറ്റി യൂണിവേഴ്സിറ്റി ഇപ്പം ഡോക്ടർ മൻമോഹൻ സിംഗ് സിറ്റി യൂണിവേഴ്സിറ്റിയാണ്. നെക്സ്റ്റ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ന്യൂ നെയിം ഓഫ് ഹാൽസ് അപ്ഗ്രേഡ് ഹിന്ദുസ്ഥാൻ ജെറ്റ് ട്രെയിനർ 36. അതായത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് അത് മാനുഫാക്ചർ ചെയ്യുന്ന HGT 36, അതായത് ഹിന്ദുസ്ഥാൻ ജെറ്റ് ട്രെയിനർ SS എന്ന പേരിലേക്ക് എന്റെ പേര് മാറ്റി. SS. നെക്സ്റ്റ്, ഫോർട്ട് വില്യം. നമുക്ക് കഴിഞ്ഞിടെ കണ്ടതാണ്. ഫോർട്ട് വില്യം എന്ന് പറയുന്നത് റീനെയിം ചെയ്തു. അതിന്റെ പുതിയ പേര് വിജയ് ദർഗ് ആണ്. വിജയ് ദർഗ്. കൊൽക്കട്ട, വെസ്റ്റ് ബംഗാളിലെ കൊൽക്കട്ടയിലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1969, 1702 കാലഘട്ടത്തിൽ പണികഴിപ്പിച്ച കിങ് വില്യം തേർഡിന്റെ സ്മരണാർത്ഥം പേരിട്ടേക്കുന്ന ഫോർട്ട് വില്യത്തിന്റെ പേര് മാറ്റി. ഇപ്പൊ അതെന്താണ്? വിജയ് ദർഗ്. വിജയ് ദർഗ് ആണ്. ഇപ്പൊ അത് ശരിക്കും ഉപയോഗിക്കുന്നത് നമ്മുടെ ഈസ്റ്റേൺ കമാൻഡ് ഓഫ് ദി ഇന്ത്യൻ ആർമിയുടെ ഹെഡ്ക്വാർട്ടർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, വരുൺ സാഗർ എന്ന് പറഞ്ഞ പേര് കിട്ടിയിരിക്കുന്നത് ഏതിനാണെന്ന് വെച്ചാൽ അത് ഫോയ് സാഗർ എന്ന് പറയുന്ന രാജസ്ഥാനിലെ അജ്മീറിലെ ഫോയ് സാഗർ ലേക്കിന്റെ പുതിയ പേരാണ് വരുൺ സാഗർ. ഓർത്തു വെക്കുക, വരുൺ സാഗർ. നെക്സ്റ്റ്, രാജസ്ഥാനിലേക്ക് പോകാം. രാജസ്ഥാനിൽ ഒരു 3 മാറ്റങ്ങളുണ്ട്. നമ്മളുടെ മൗണ്ട് അബു ഹിൽ സ്റ്റേഷൻ അബുരാജ് എന്ന പേരിലേക്ക് ആറ്റി മാറി. ദെൻ കാമൻ ടൗൺ കാംവാനാക്കി. ജഹാസ്പൂർ യാഗ്യപൂർ ആയിട്ട് മാറി. അപ്പൊ ഇത്രയും ഒരു മാറ്റങ്ങളുണ്ട്. ഈ ഒരു മൗണ്ട് അബുവിന് കൃത്യമായിട്ട് ഓർത്ത് നോക്കാം. മൗണ്ട് അബു അബുരാജ് ആയിട്ട് മാറി. കാമൻ ടൗൺ കാംവൻ ആയിട്ട് മാറി. ജഹാസ്പൂർ ദെൻ യാഗ്യപൂർ ആയിട്ട് മാറി. നെക്സ്റ്റ്, വിച്ച് സ്റ്റേറ്റ് റീനെയിംഡ് അഹമ്മദ് നഗർ ആസ് അഹല്യാനഗർ? അഹല്യാനഗർ ആക്കിയ സ്റ്റേറ്റ് നമ്മൾ നേരത്തെ ഒന്ന് കണ്ടതാണ്. ഏതായിരുന്നു? മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര. നെക്സ്റ്റ്, ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷൻ ഇൻ മഹാരാഷ്ട്ര ഹാസ് ബീൻ റീനെയിം ടു ഹോണർ വിച്ച് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി? ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷൻ, മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷൻ റീനെയിം ചെയ്തു. അത് ഛത്രപതി സംഭാജി മഹാരാജിന്റെ പേരിലേക്കാണ്. ഛത്രപതി ശിവാജി മഹാരാജ് അല്ല, മാറിപ്പോവരുത്, സംഭാജി മഹാരാജ്. നെക്സ്റ്റ്, നേവി മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ട് റീനെയിം ചെയ്തു. അത് ആരുടെ പേരിലേക്കാണെന്ന് വെച്ചാൽ DB പട്ടേലിന്റെ പേരിലേക്കാണ്. DB പട്ടേൽ മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നായി. ഇനി നമുക്കതിനെ ഒന്ന് ഒരു സമ്മറി ആയിട്ടൊന്ന് കണ്ടുപോകാം. ഓൾഡ് നെയിം, ന്യൂ നെയിം, അതിന്റെ ലൊക്കേഷൻ, ഇങ്ങനെയാണ് നമ്മൾ നോക്കി പോകുന്നത്. കേരളം എന്നുമായി. ദെൻ കേരളത്തിലാണെന്ന് നമുക്കറിയാം. പോർട്ട് ബ്ലെയർ ശ്രീ വിജയപുരം എന്ന പേരിലേക്ക് മാറി. പോർട്ട് ബ്ലെയർ ശ്രീ വിജയപുരം അത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലുള്ളതാണ്. ദെൻ അടുത്തത് ഔറംഗാബാദ് ഛത്രപതി സംഭാജി നഗർ എന്ന പേരിലേക്ക് മഹാരാഷ്ട്രയിലുള്ളതാണ്. അഹമ്മദ് നഗർ അഹല്യാനഗറായി, അതും മഹാരാഷ്ട്രയിലുള്ളതാണ്. ഇനി മഹാരാഷ്ട്രയിലുള്ള നേവി മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ട് ലോക്നത്തെ DB പാട്ടീൽ ഇന്റർനാഷണൽ എയർപോർട്ടായിട്ട് മാറി. ദെൻ അയോധ്യ എയർപോർട്ട് മഹാഋഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ടായിട്ട് മാറി, ഉത്തർപ്രദേശിലുള്ളതാണ്. ദെൻ അതുപോലെ തന്നെ ഹോഷംഗാബാദ് എന്ന് പറയുന്നത് നർമ്മദാപുരം എന്ന പേരിലേക്ക് മാറി, അത് മധ്യപ്രദേശിലുള്ളതാണ്. ദെൻ ഒസ്മാനാബാദ് അത് ധാരാഷിവ് എന്ന പേരിലേക്ക് മാറി, മഹാരാഷ്ട്രയിലുള്ളതാണ്. അപ്പോൾ കുറേയധികം മാറ്റങ്ങൾ ഈ 2026 ഈ ഒരു സെക്ഷനോട് നമുക്ക് കാണാനായിട്ടുണ്ട്. നെക്സ്റ്റ്, ജലാലാബാദ് അത് പരശുരാംപുരിയായി, ഉത്തർപ്രദേശിലുള്ളതാണ്. ദെൻ ഇസ്ലാംപൂർ ഈശ്വർപൂറായി, മഹാരാഷ്ട്രയിലുള്ളതാണ്. അടുത്തത് കരീംഗഞ്ച് എന്ന് പറയുന്നത് ശ്രീഭൂമിയായി, ആസാമിലുള്ളതാണ്. കർണാഗ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് സിന്ദൂർ ബ്രിഡ്ജായി, മഹാരാഷ്ട്രയിലുള്ളതാണ്. ദെൻ അലഹബാദ് പ്രയാഗ്രാജായി, ഉത്തർപ്രദേശിലുള്ളതാണ്. ഫൈസാബാദ് ദെൻ അയോധ്യ ആയിട്ട് മാറി, ഉത്തർപ്രദേശാണ്. ദെൻ മുഗൾ സരായി ജംഗ്ഷൻ എന്ന് പറയുന്നത് പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായ ജംഗ്ഷൻ ആയിട്ട് മാറി, ഉത്തർപ്രദേശാണ്.
ദെൻ രാജ്പഥ് കർത്തവ്യപാതായി ഡൽഹി. ദെൻ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഫിഡെ ചെസ് വേൾഡ് കപ്പ് ട്രോഫി വിശ്വനാഥ് ആനന്ദ് കപ്പായിട്ട് മാറി, നാഷണൽ ലെവലുള്ളതാണ്. അടുത്തത് കാർനാഗ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സിന്ദൂർ ബ്രിഡ്ജ് മഹാരാഷ്ട്ര ആയിട്ട് മാറി. ഇനിയുമുണ്ട് ഒരു സെക്ഷനോട് നമുക്ക് കാണാനായിട്ട് രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡായിട്ട് മാറി. ഇന്ദിരാഗാന്ധി മാതൃത്വ സഹയോജ് യോജന പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയായിട്ട് മാറി. നിർമ്മൽ ഭാരത് അഭിയാൻ സ്വച്ഛ് ഭാരത് മിഷൻ ആയിട്ട് മാറി. നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷൻ ദീൻദയാൽ അന്ത്യോദയ യോജന NULM ആയിട്ട് കൺവേർട്ട് ചെയ്തു. രാജീവ് ഗാന്ധി ഗ്രാമീൺ വിദ്യുതീകരൺ യോജന ദീൻദയാൽ ഉപദയ ഗ്രാം ജ്യോതി യോജനയായിട്ട് കൺവേർട്ട് ചെയ്തു. ഇന്ദിര ആവാസ് യോജനയുടെ പുതിയ പേര് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഓർത്ത് വെക്കേണ്ടതാണ് നാഷണൽ ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക് മാറ്റി ഇപ്പോൾ അത് ഭാരത് നെറ്റ് എന്നാക്കി മാറ്റി. ഇഷ്ടംപോലെ മാറ്റങ്ങൾ ഈ ഒരു 2025-26 പേരുകളിലുണ്ട്. അപ്പോൾ അത് പറ്റുന്നത് പോലെ നമ്മൾ ഓർത്തു വെക്കുക. എവിടെയെങ്കിലും നമുക്കിത് ഉറപ്പായിട്ട് ഉപകാരപ്പെടും. സെറ്റിന് വരാൻ ചാൻസ് ഉള്ളത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ കേരളത്തിന്റെ പേര് മാറ്റിയത് കൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്കിത് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ആരെങ്കിലും സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൈംസ് അക്കാഡമിയിൽ നിങ്ങൾക്ക് മികച്ച ഒരു കോച്ചിങ് ഏറ്റവും ചെറിയൊരു ഫീസിൽ അവൈലബിൾ ആണ്. ഒരുപാട് കുട്ടികൾ പല സ്ഥലങ്ങളിൽ കോച്ചിങ്ങിന് പോയതിനു ശേഷം നമ്മളുടെ ബാച്ചിൽ വന്ന് സെറ്റ് പാസ്സാകുന്ന ഇഷ്ടം പോലെ കുട്ടികളുണ്ട്. നമ്മളുടെ ഒരു അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ തന്നെയാണ്. അവർ അറിഞ്ഞാണ് മറ്റുള്ളവർ വരുന്നത്, അല്ല നമ്മളൊരു പെയ്ഡ് ആടുകളൊന്നും ഇതുവരെയും ചെയ്തിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും മികച്ച ഒരു കോച്ചിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹൈംസ് അക്കാഡമിയിൽ നിങ്ങൾക്ക് കോഴ്സ് അവൈലബിൾ ആണ്. സിമ്പിളായിട്ട് ഈ പേപ്പർ 1 എന്ന് പറയുന്ന വലിയൊരു കടമ്പ ഈസി ആയിട്ട് കടക്കാനായിട്ട് പറ്റും. ദെൻ അതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് പേപ്പർ കുറവാണ്, പക്ഷേ സെറ്റിന് കൊമേഴ്സിന് പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ചോളം അവർക്ക് മികച്ച രീതിയിലുള്ള ഒരു കോച്ചിങ്, അതായത് നിങ്ങൾക്ക് സെറ്റിന് കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് പിന്നെ നോക്കേണ്ടി വരത്തില്ല, അത്രയും മികച്ച രീതിയിൽ നമ്മൾ ആ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും. ദെൻ അതുപോലെ തന്നെ കുറേയധികം സബ്ജക്ട്സിന് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ഏറ്റവും കുറഞ്ഞൊരു ഫീസിൽ ഏറ്റവും മികച്ച ഒരു കോച്ചിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൈംസ് അക്കാഡമിയിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ അല്ലെങ്കിൽ വിളിക്കുകയാണെങ്കിൽ നമ്മൾ കോളിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഇനിയൊരു തവണ ഒരു എക്സാം എഴുതുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഹൈംസ് അക്കാഡമിയിൽ കോച്ചിങ് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഒറ്റ തവണ കൊണ്ട് നമുക്ക് സെറ്റ് പാസ് ആവാനായിട്ട് പറ്റും. താങ്ക് ഫോർ വാച്ചിങ്.